നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൊരിങ്ങൽകുത്ത് ഡാം തുറക്കുന്നു. ചാലക്കുടി പുഴ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കാലത്തിന്റെ പ്രത്യേകത വെല്ലുവിളിയായി ഏറ്റെടുക്കുമെന്നും അത്ഭുതകരവും പ്രവചനാതീതവുമായ മാറ്റങ്ങളാണ് വരുന്നതെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും ആരോഗ്യസേവയും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി K മുരളീധരൻ. ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്നുള്ള നീരൊഴുക്ക് മൂലം പൊരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി തൂഫാൻ കെയർ നവയാത്രാ വാക്കത്തോൺ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ അതിതീവ്ര മഴയെ കണക്കിലെടുത്ത് 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. രാജ്യത്ത് വാണിജ്യ LPG സിലിണ്ടറുകൾക്ക് വില കുറച്ചു. സംസ്ഥാനത്ത് ദുരിതപ്പെയ്ത്തിൽ മരണമുയരുന്നു. മഴക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെ 7 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. പൊരിങ്ങൽകുത്ത് ഡാം തുറക്കുന്നു. ചാലക്കുടി പുഴ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്നുള്ള നീരൊഴുക്ക് മൂലം പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 1 ഉച്ചയ്ക്ക് 12 മണി സമയത്തെ പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് 421 മീറ്ററാണ്. ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായി മഴ തുടരുന്നതിനാലും അടുത്ത ദിവസം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ റെഡ് അലർട്ട് പ്രവചിച്ചിരിക്കുന്നതിനാലും ജലനിരപ്പ് 422 മീറ്റർ എത്തുന്ന അടിയന്തര സാഹചര്യത്തിൽ മാത്രം സൂയിസ് വാൽവുകളും ഘട്ടം ഘട്ടമായി തുറക്കുവാനുള്ള അനുവാദവും നൽകിക്കൊണ്ട് തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ ഉത്തരവാക്കി. ഡാം തുറക്കുന്നത് മൂലം പെരിങ്ങൽകുത്ത് ഡാമിലൂടെ അധിക ജലം ഒഴുകി വന്ന് ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കുട്ടികൾ ഉൾപ്പെടെ പൊതുജനങ്ങൾ പുഴയിൽ കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ചാലക്കുടി പുഴയിൽ മത്സ്യബന്ധനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. പുഴയുടെ തീരത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കർശന നിയന്ത്രണവും സുരക്ഷയും ഒരുക്കാൻ ചാലക്കുടി വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കാലത്തിന്റെ പ്രത്യേകതകൾ വെല്ലുവിളിയായി ഏറ്റെടുക്കുമെന്നും അത്ഭുതകരവും പ്രവചനാതീതവുമായ മാറ്റങ്ങളാണ് വരുന്നതെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കറുകുറ്റി SCMS എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
വിദ്യാർത്ഥികൾ പുതിയ അറിവുകൾ സ്വായത്തമാക്കണം. അറിവുകൾ അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന കാലമാണിത്. നിരന്തരമായ അന്വേഷണങ്ങളാണ് ലോകത്തുണ്ടായ മാറ്റങ്ങൾക്കുള്ള കാരണം. അമ്പരപ്പിക്കുന്ന വേഗത്തിലാണ് പുതിയ കണ്ടുപിടുത്തങ്ങളും അറിവുകളും ഉണ്ടാകുന്നത്. വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള അറിവുകളും 10,000 വർഷം മുമ്പുള്ള അറിവുകളും വിരൽ തുമ്പിൽ കിട്ടുന്ന കാലമാണിത്. മത്സരാധിഷ്ഠിത കാലത്ത് ഇതെല്ലാം ഉൾക്കൊണ്ടുവേണം വിദ്യാർത്ഥികൾ മുന്നേറാനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്തൊക്കെ സംഭവിക്കാം? എല്ലാ കാര്യത്തിലും അതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം, അല്ലേ? ഇപ്പൊ ഹെൽത്ത് കെയറിന് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ പ്രൊജക്ഷൻ അറിയാലോ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മുടെ ആയുസ് എത്രയായിരുന്നു? മനുഷ്യന്റെ ആയുസ് 35-40 വയസ്സായിരുന്നു ശരാശരി ആയുസ്. ഇപ്പൊ എത്രയായി? 70-75, ഏകദേശം ഇരട്ടിയിലുള്ളതായി. എങ്ങനെയാ കൂടിയത്? മെഡിക്കൽ സയൻസിന്റെ വളർച്ച, അല്ലേ? ഞാൻ തമാശയായിട്ട് പറയും, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരു നെഞ്ചുവേദന വന്നു മനുഷ്യൻ പറയും. ഇപ്പൊ നെഞ്ചുവേദന വന്നാലോ? നെഞ്ചുവേദന വന്നാൽ ട്രെഡ്മില്ലിൽ ഓടിക്കും, ECG എടുക്കും, ആൻജിയോപ്ലാസ്റ്റി ചെയ്യും, ബൈപ്പാസ് സർജറി നടത്തും, 4 ദിവസം കഴിഞ്ഞ് വരുന്നതിന് പോകാൻ പറയും, ജോലിക്ക് പോകാൻ പറയും, ഇല്ലേ? അപ്പൊ അടുത്ത നൂറ്റാണ്ടാവുമ്പോൾ ആയുസ് എത്രയാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? 160-നും 180-നും വയസ്സിനിടയില. കോളേജിൽ പുതിയതായി പണി കഴിപ്പിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗവേണൻസ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. മന്ത്രി റോജി എം ജോൺ ഓട്ടോണോമസ് പദവി പ്രഖ്യാപനം നടത്തി. SCMS എക്സിക്യൂട്ടീവ് ചെയർമാൻ പ്രൊഫസർ പ്രമോദ് P. തേവന്നൂർ, രജിസ്ട്രാർ ഡോക്ടർ ഇന്ദു നായർ, വൈസ് ചെയർമാൻ ഡോക്ടർ രാധ തേവന്നൂർ, പ്രിൻസിപ്പൽ ഡോക്ടർ ജെൻസൺ ജോസഫ്, ഗ്രൂപ്പ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ CJ പ്രവീൺ ലിസാൽ എന്നിവർ സംസാരിച്ചു. Congratulations to all the class toppers. Campus join ചെയ്ത സമയത്ത് you probably remember how you were as a person, and also probably you are able to understand the difference this institution has made in your life. The way I always say that institutions like SCMS, they not only give you a degree, they also give you a lot of experience, exposure and confidence to face the world outside. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്നും നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ ചേഞ്ചിങ് ആയിട്ടുള്ള, വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലേക്കാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു ലോകത്തിൽ ഒരു ഡിഗ്രി കൊണ്ട് മാത്രം നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. ഇന്നത്തെ കാലഘട്ടം, the future, remember the future belongs to those who can continuously upskill, continuously learn, relearn and unlearn. അങ്ങനെ തുടർച്ചയായി മാറ്റങ്ങൾക്ക് വിധേയമാവുമ്പോൾ ആ മാറ്റങ്ങൾക്കനുസൃതമായി അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ മാറി വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും ആരോഗ്യ സേവനവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി K. മുരളീധരൻ. ആരോഗ്യശാസ്ത്ര സർവകലാശാലയിൽ 4 സുപ്രധാന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർവകലാശാലയുടെ ആദ്യ ഓൺ ക്യാമ്പസ് അക്കാദമിക് പരിപാടിയായ MSc മെഡിക്കൽ ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സ്, പൊതുജനാരോഗ്യ ബോധവൽക്കരണത്തിനായുള്ള യൂട്യൂബ് ചാനൽ, വിവിധ അക്കാദമിക് വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി മാസ്റ്റർ ക്ലാസുകൾ ഒരുക്കുന്ന ലേണിംഗ് സ്റ്റുഡിയോ എന്നിവയുടെ ഉദ്ഘാടനവും ദേശീയ ഔഷധ സസ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെയും കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സാങ്കേതിക സഹായത്തോടെയും സ്ഥാപിച്ച ഔഷധ സസ്യോദ്യാനത്തിന്റെ സമർപ്പണവുമാണ് മന്ത്രി നിർവഹിച്ചത്. രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി K. മുരളീധരൻ. ജനങ്ങൾക്ക് പരമാവധി പ്രയോജനം ലഭ്യമാക്കുന്ന പദ്ധതികൾ നടപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഇതിലൂടെ വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും പോകുന്ന പ്രവണത കുറയ്ക്കാൻ സാധിക്കുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സർക്കാർ ആശുപത്രികളുടെയും മെഡിക്കൽ കോളേജുകളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് സ്വകാര്യ മേഖലയുമായി സഹകരിക്കാൻ സർക്കാർ സന്നദ്ധമാണെന്നും ബാങ്കുകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും CSR ഫണ്ടുകൾ ഇതിനായി ഫലപ്രദമായി വിനിയോഗിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ എത്തുന്ന ഓരോ രോഗിക്കും ഗുണമേന്മയുള്ള ചികിത്സയും കിടക്കയും ലഭിക്കേണ്ടത് അവരുടെ അവകാശമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സർവകലാശാലയുടെ യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ചെയ്ത മന്ത്രി ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത ആരോഗ്യ വിവരങ്ങളും COVID-19 അവയവദാനം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രചാരണങ്ങളും വ്യാപകമായിരിക്കുന്ന സാഹചര്യത്തിൽ
തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ആരോഗ്യ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ സർവകലാശാല കൈക്കൊണ്ട സംരംഭം സമൂഹത്തിന് വലിയ അനുഗ്രഹമാകുമെന്ന് അഭിപ്രായപ്പെട്ടു. സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ സർവകലാശാലയുടെ ഘടക കോളേജായി മാറ്റണമെന്ന ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആവശ്യം സർക്കാർ പരിഗണിച്ചത് ആരോഗ്യ ഗവേഷണത്തിന് നേട്ടമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ ഈ നിർദ്ദേശം ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാരിന്റെ പിന്തുണ അഭ്യർത്ഥിക്കുന്നതായും വൈസ് ചാൻസലർ വ്യക്തമാക്കി. രോഗിയെ പോലും മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ആദ്യം കേസ് പോസിറ്റീവ് വന്നിട്ടുള്ളൂ. അതിനെ 42 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും ആ രോഗത്തിൽ നിന്ന് നമ്മുടെ സംസ്ഥാനം മുക്തി പ്രാപിച്ചു. ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്, നിപ ബാധിച്ച രോഗി ഒഴികെ ആർക്കും പിന്നെ പോസിറ്റീവായിട്ടില്ല. ആ രോഗിയുടെ ഭാര്യയും മക്കളും ഉൾപ്പെടെയുള്ളവർക്കും ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവായി. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒരുപാട് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ട്. 100 സീറ്റ് നൽകിക്കൊണ്ട് പുതിയ മെഡിക്കൽ കോളേജിന് അംഗീകാരം നൽകാം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി തൂഫാൻ കെയർ നവയാത്രാ വാക്കത്തോൺ സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആശുപത്രി ഡയറക്ടർ ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി അധ്യക്ഷനായി. കോരിച്ചൊരിയുന്ന മഴയത്തും 1500ഓളം പേർ പങ്കെടുത്തു. ആശുപത്രി ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും പുറമെ അങ്കമാലി പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, കൊച്ചിൻ ലയൺസ് ക്ലബ്ബ്, അങ്കമാലി ലയൺസ് ക്ലബ്ബ്, അങ്കമാലി റെസിഡൻസ് അസോസിയേഷൻ, അപക്സ് ബോഡി എന്നിവരുടെ പ്രതിനിധികളും തൂഫാൻ കെയർ നവതി നവരാത്രിയിൽ പങ്കാളികളായി. വാക്കൻ അങ്കമാലി ടൗൺ ചിട്ടി ആശുപത്രിയിൽ അവസാനിച്ചപ്പോൾ നവതി ആഘോഷത്തിന്റെ കൊടിയേറ്റം അഭിവന്ദ്യ ചാക്യത് പിതാവ് നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ റീത്ത പോൾ, ബിജി റെജി, ബാസ്റ്റിൻ പാറക്കൽ, ജിബി വർഗീസ്, എം വി പോളച്ചൻ, ബിനു പഴയിടത്ത്, ജോയിന്റ് ഫാദർ വർഗീസ് പൊന്തേംപിള്ളി, അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ എബിൻ കളപ്പുറയ്ക്കൽ, ഫാദർ സെബാസ്റ്റ്യൻ കല്ലറയ്ക്കൽ, ഫാദർ ഡേവിസ് പടനക്കൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും ഉണ്ടായി. ആശുപത്രിയുടെ നവതി ആഘോഷ സമാപനം ഓഗസ്റ്റ് 8-ാം തീയതി ശനിയാഴ്ച മുഖ്യമന്ത്രി VD സതീശനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രവർത്തനം ആരംഭിച്ച വാടകയ്ക്ക് പ്രവർത്തനം ആരംഭിച്ച ഈ ബിൽഡിംഗ് നവതിയുടെ ആഘോഷമായപ്പോഴേക്കും വളരെ വിസ്തൃതമായി ഒട്ടേറെ ജനങ്ങൾക്ക് ആശ്വാസം. ഓഡിയൻസ് 1000-ലധികം പേര് നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ അങ്കമാലിയുടെ ആരോഗ്യ സംസ്കാരത്തിന് തിലകക്കുറി ചാർത്തിയ അങ്കമാലിയുടെ സ്വന്തം റോട്ടറി ക്ലബ്ബ് ഓഫ് ചാലക്കുടി ടൗണിന്റെ ആഭിമുഖ്യത്തിൽ ഗിരിധർ ആശുപത്രിയുടെയും അപ്പോളോ ആശുപത്രിയുടെയും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെയും സഹകരണത്തോടെ ചാലക്കുടി CKM NSS സീനിയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് ചാലക്കുടി ടൗൺ പ്രസിഡന്റ് സലീം മണപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ KG മിനി, റോട്ടറി ക്ലബ്ബ് ഡയറക്ടർമാരായ അനീഷ് കുഞ്ഞപ്പൻ, അഡ്വക്കേറ്റ് സണ്ണി ഡേവിഡ്, അഡ്മിൻ ഇൻചാർജ് എലിസബത്ത് മാത്യു എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പിൽ ദന്തപരിശോധനയും നേത്രപരിശോധന, ജനറൽ മെഡിസിൻ പരിശോധന, വിദഗ്ധ ഡോക്ടർമാരുടെ ക്ലാസുകൾ എന്നിവ ലഭ്യമാക്കി. 3204 അതാണ് ഞങ്ങളുടെ ക്ലബിന്റെ പേര്. മൊബൈൽ ഉപയോഗമല്ലോ കൂടുതൽ സമയമാണോ എന്നെ കൺട്രോൾ ചെയ്ത് എൻ്റെ മൊബൈൽ ടൈം. കാരണം പറയാൻ കാരണം 2 കയ്യിൽ മക്കളുണ്ട്.
സംസ്ഥാനത്തെ അതിതീവ്ര മഴ കണക്കിലെടുത്ത് 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ തീവ്ര മഴ കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും, മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം. കർഷക കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ബ്ലോക്ക് ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും മാതൃകാ കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് TB ദേവരാജൻ അധ്യക്ഷനായി. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി വേലുപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ VO പൈലപ്പൻ, MT ഡേവിസ്, DCC ജനറൽ സെക്രട്ടറിമാരായ AB ജോസ്, ജെയിംസ് പോൾ, ജില്ലാ പഞ്ചായത്ത് അംഗം ഡാർലി പോൾ, സുനിൽ K മേനോൻ, ജസ്റ്റിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രകൃതിക്ഷോഭത്തിൽ നാശനഷ്ടം സംഭവിച്ച കർഷകർക്കും വനമൃഗങ്ങൾ മൂലം കൃഷിനാശം സംഭവിച്ചവർക്കും എത്രയും വേഗം നഷ്ടപരിഹാരം നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ്. നമുക്കറിയാം, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രോത്സാഹന സംഘടനകളുണ്ട്. അത് യൂത്ത് കോൺഗ്രസ് ഉണ്ട്, KSU ഉണ്ട്. നമുക്ക് പലപ്പോഴും അറിയാം, ഏത് നോക്കിയാലും ഏത് പ്രോത്സാഹനത്തിലും എല്ലാവരും ഒരേ തലത്തിൽ നിൽക്കുന്ന ആളുകളാണ് കാണാനായിട്ട്. പ്രോത്സാഹന മേഖലയിൽ പ്രാധാന്യമുള്ള 2 വർഷത്തിനുള്ളിൽ തന്നെ നമ്മളുടെ ഒരു കാർഷിക മേഖല ഈ വർഷം നമ്മൾ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഏറ്റവും വിപുലമായ രീതിയിലുള്ള കാർഷിക മേഖല സംഘടിപ്പിക്കും. അതിന് നേതൃത്വം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ രാജ്യത്ത് വാണിജ്യ LPG സിലിണ്ടറുകൾക്ക് വില കുറച്ചു. 19 കിലോഗ്രാം LPG സിലിണ്ടറുകളുടെ വിലയാണ് കുറച്ചത്. തുടർച്ചയായ 2ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന് വില കുറയ്ക്കുന്നത്. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. വാണിജ്യ സിലിണ്ടറിന് കൊൽക്കത്തയിൽ 209 രൂപയും ഡൽഹിയിൽ 202 രൂപയും കുറഞ്ഞു. ഇതോടെ ഡൽഹിയിൽ വാണിജ്യ LPG സിലിണ്ടറിന്റെ വില 2728 രൂപയായി. വാണിജ്യ LPG സിലിണ്ടറിന് വില കുറച്ചത് ഹോട്ടൽ, റെസ്റ്റോറന്റ് മേഖലകൾക്ക് വലിയ ആശ്വാസമാകും. പശ്ചിമേഷ്യയിലെ സ്ഥിതികളടക്കം ചർച്ച ചെയ്യാനായി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിന് പിന്നാലെയാണ് വാണിജ്യ സിലിണ്ടറിന് വില കുറച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. പവന് 280 രൂപയാണ് കുറഞ്ഞത്. 1,05,760 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 35 രൂപയാണ് കുറഞ്ഞത്. 13,220 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പ്രഖ്യാപിച്ച പണവായ്പാ നയമാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. അമേരിക്കൻ കേന്ദ്ര ബാങ്കിന്റെ പണവായ്പാ നയവുമായി ബന്ധപ്പെട്ട് വലിയ ഇടിവാണ് കഴിഞ്ഞ ആഴ്ചകളിൽ സ്വർണ്ണവിലയിൽ ഉണ്ടായത്. അമേരിക്ക ഇറാൻ സംഘർഷത്തിന് അയവ് വന്നതോടെ എണ്ണവില കുറഞ്ഞതടക്കമുള്ള ഘടകങ്ങളും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ വിലയിൽ വ്യതിയാനങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. KSRTC ബസ്സുകളിലെ സംവരണ സീറ്റിൽ അനർഹ യാത്ര ചെയ്താൽ 250 രൂപ പിഴ ഈടാക്കാൻ നിർദ്ദേശം. ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ്, ഓർഡിനറി സ്റ്റേറ്റ് ഗാരേജുകളിൽ മുതിർന്ന പൗരന്മാർക്ക് 20%, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും 10% വീതം സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. റിസർവേഷൻ ഇല്ലാത്ത ഫാസ്റ്റ് പാസഞ്ചർ മുതൽ മുകളിലേക്കുള്ള സർവീസുകളിൽ 2 സീറ്റുകളും നീക്കിവെച്ചിട്ടുണ്ട്. അർഹരായവർ ആവശ്യപ്പെട്ടാലും ചിലർ സീറ്റ് ഒഴിയുന്നില്ലെന്ന പരാതിയിലാണ് നടപടി. സംസ്ഥാനത്ത് ദുരിതപ്പെയ്ത്തിൽ മരണമുയർന്നു. മഴക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെ 7 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്.
കോട്ടയത്തും ഇടുക്കിയിലുമായി മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും 4 പേരാണ് മരിച്ചത്. മലപ്പുറം കൊണ്ടോട്ടി നീറാട് തോട്ടിൽ വീണ് 4 വയസ്സുകാരൻ ആദം ഐമൻ മരിച്ചു. തിരുവാലി കണ്ടമംഗലത്ത് തോട്ടിലെ ഒഴുക്കിൽപ്പെട്ട് 2.5 വയസ്സുകാരൻ മരിച്ചു. വയനാട് പടിഞ്ഞാറേത്തറയിൽ കുളത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാൻ ശ്രമിക്കവേ മഞ്ഞൂറ സ്വദേശി ബെന്നി ഷോക്കേറ്റ് മരിച്ചു. കൊല്ലം നീണ്ടകരയിൽ ഇന്നലെ വള്ളം മറിഞ്ഞ് കാണാതായി പുത്തൻതുറ സ്വദേശി രാധാകൃഷ്ണന്റെ മൃതദേഹം ലഭിച്ചു. കാണാതായ മറ്റൊരാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടായി. റാന്നിക്ക് പുറമെ പാലാ ടൗണും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. KK റോഡിലും വെള്ളം കയറി. ഈരാറ്റുപേട്ട ടൗണും വെള്ളത്തിലായി. മൂന്നിലവിൽ ഉരുൾപൊട്ടലുണ്ടായി. ഇടുക്കി ഏലപ്പാറ ചെമ്മണ്ണ് ഭാഗത്ത് വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണു. വാഗമണ്ണിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സവും ഉണ്ടായിട്ടുണ്ട്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 9 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഞായറാഴ്ച പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ജെൻഡർ സെമിനാറും കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ PR ഷാജൻ ഉദ്ഘാടനം ചെയ്തു. ചെമ്പുച്ചിറ വയോജന മന്ദിരം ഹാളിൽ KK ശിവരാമൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. K പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. OP ജോണി, പ്രകാശ് നോറ്റാലി, രേഖ സുരേഷ് കുമാർ, PG ബിന്ദു, KS വത്സല, KV ഷാജു, PR റോയ് എന്നിവർ സംസാരിച്ചു. ആൾക്ക് ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ട്. നല്ലൊരു മനസ്സും കൂടി വേണമല്ലോ. നമുക്കൊരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു മനസ്സും കൂടി വേണം. നമുക്ക് നമ്മുടെ ലാഭം തന്നെ നോക്കി ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ അറിയാലോ, ഓരോ കാര്യത്തിലാണ് ഒരുപാട് ചെലവുണ്ട്. ഭക്ഷണമായാലും പണ്ടത്തെ പോലെ സൈക്കിളൊന്നും അല്ലല്ലോ. ഒന്നിലേക്ക് പെട്രോൾ വാഹനങ്ങൾ ഇതിനൊക്കെ ചെലവുകളാണ്. ഇതിനൊന്നും ഫണ്ട് കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് നല്ല വ്യക്തികളുണ്ട്. നമ്മൾ അറിയുന്നില്ല. ആരെങ്കിലും ഒക്കെ പ്രവർത്തിക്കാനുണ്ടാവുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ അവസരമായിട്ട് ആൾക്കാരെ സഹായിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർക്കായിട്ട് മനസ്സിലുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ നമുക്ക് ചാലക്കുടി ഗവൺമെന്റ് വനിതാ ITI ഇലക്ട്രോണിക് മെക്കാനിക്, ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ടെക്നോളജി എന്നീ ട്രേഡുകളിലെ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഗസ്റ്റ് 8 വരെയുള്ള ദിവസങ്ങളിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0487 27 00 816 9947 32 53 62 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നടത്തിയ ഇലക്ട്രിക്കൽ വയർമാൻ എഴുത്തു പരീക്ഷ 2025 വിജയിച്ചവർക്കായുള്ള പ്രായോഗിക പരീക്ഷ ഓഗസ്റ്റ് 3 മുതൽ 5 വരെ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കും. രാവിലെ 9 മുതൽ 12 വരെയും ഉച്ചയ്ക്ക് 1 മുതൽ 4 വരെയുമാണ് പരീക്ഷ. ഹാൾ ടിക്കറ്റ് സംരക്ഷ ലോഗിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. പരീക്ഷാർത്ഥികൾ കൃത്യസമയത്ത് തന്നെ ആവശ്യമായ ടൂളുകളും വയറിംഗ് സാമഗ്രികളും സഹിതം കേന്ദ്രത്തിൽ ഹാജരാകണമെന്ന് തൃശൂർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0487 29 73 280 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊരിങ്ങൽകുത്ത് ഡാം തുറക്കുന്നു. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കാലത്തിന്റെ പ്രത്യേകത വെല്ലുവിളിയായി ഏറ്റെടുക്കുമെന്നും അത്ഭുതകരവും പ്രയോജനാതീതവുമായ മാറ്റങ്ങളാണ് വരുന്നതെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കാർ കൊണ്ടുപോയി കാലമായിട്ടാണ് വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന കാലം. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും ആരോഗ്യസേവയും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി K മുരളീധരൻ. സീറ്റ് നൽകിക്കൊണ്ട് ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്നുള്ള നീരൊഴുക്ക് മൂലം പൊരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി തൂഫാൻ കെയർ നവയാത്രാ വാക്കത്തോൺ സംഘടിപ്പിച്ചു.
സംസ്ഥാനത്തെ അതിതീവ്ര മഴയെ കണക്കിലെടുത്ത് 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. രാജ്യത്ത് വാണിജ്യ LPG സിലിണ്ടറുകൾക്ക് വില കുറച്ചു. സംസ്ഥാനത്ത് ദുരിതപ്പെയ്ത്തിൽ മരണമുയരുന്നു. മഴക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെ 7 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.